എന്റെ ഇന്റർവ്യൂ വൈറലാകുന്നതിന്റെ വലിയൊരു പ്രധാന കാരണക്കാരനായിരുന്നു അയച്ചേട്ടൻ കേട്ടോ. ധ്യാനം ഉള്ളതുകൊണ്ടാണ്. അതാ നമ്മുടെ അന്നത്തെ ആ കോംബോ. നദികളിൽ സുന്ദരി, നദികളിൽ സുന്ദരി യമുന ഒരൊറ്റ സ്ഥാനത്ത് എന്നെ 100 തെറി, ഇവർക്ക് നല്ല പോസിറ്റീവ്. അങ്ങനെ അയച്ചേട്ടാ, ഈ ആഷിറിന്റെ ടീമിനെ പറ്റി ഇതുവരെ ആർക്കും അറിയാത്തൊരു കഥയുണ്ട്. ഇതുവരെ പറയട്ടെ, ഇവനിങ്ങനെ ഓരോ കഥ കണ്ടുപിടിച്ചോണ്ട് വരും. അയച്ചേട്ടനും അറിയത്തില്ല, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ആണല്ലോ കഥ. ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഏതായിരിക്കും? നമ്മള് വീഡിയോ എടുക്കുന്ന ഇടവ റെയിൽവേ സ്റ്റേഷൻ ഏതാ? ഇടവ റെയിൽവേ സ്റ്റേഷൻ. അയച്ചേട്ടാ, ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇവര് ഫെയിം ആകുന്നതിന് മുമ്പേ പോയിരിക്കും. അപ്പൊ ഇവരെ കാണുന്ന അവിടെ ട്രെയിനിൽ പോകുന്ന ആളുകൾ പറഞ്ഞു, ഇവനൊന്നും വേറെ പണിയില്ലേ, ഇവനൊക്കെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുക. പക്ഷെ അവർക്ക് വരെ തെറ്റിപ്പോയി. ഇന്ന് ലോകം അറിയുന്ന ആളുകളായി അവർ മാറി കേട്ടോ. അല്ലെങ്കിൽ അന്ന് ഏറിപ്പോയത് ഇതേപോലെ ഒരു കഥ പറഞ്ഞിട്ടാ. നിങ്ങൾ പോയിരുന്നിട്ടില്ല ഇതുവരെ? അതായത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇരിക്കാറുണ്ട്, പക്ഷെ വീഡിയോ അതായത് ജനങ്ങൾക്ക് തെറ്റിപ്പോയി. ഓക്കെ, ഇനി വാഴ 2 വരുമ്പോ ഇതൊരു പുതുമുഖം അല്ലേ? പരിചയപ്പെടുത്താം. ശബരിയില്ല, വ്യസന സമയത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മൂവിയായത്. ഈ സിനിമയിൽ എന്താ റോള്? എന്ത് തോന്നി ബ്രദറായിട്ട് നിന്നപ്പോ? ആശ്രേ, നിന്റെ ചിരിയും നിന്റെ കോൺഫിഡൻസും എന്നെ പവറാണ്. ഇതിന്റെ രഹസ്യം എന്തുവാ? ചിരിക്കുന്നതിന്റെ അല്ല, നിന്റെ ഒരു ഇതിന്റെ എക്സ്പ്രഷൻ ആയാലും നിന്റെ ഒരു ഒഴുക്കുണ്ട് അഭിനയത്തില്. അത് കാണാൻ തന്നെ കുറെ ഫാൻസ് ഉണ്ട്. നിങ്ങൾ പറയാം, എന്താ ആഷിറിനെ പറ്റി? നല്ല അഭിപ്രായമാണ്. അവൻ ചെയ്യുന്ന വേറൊരു രീതിയിലുള്ള ഒരു ഇതാണ്, അവൻ്റെതായുള്ള സ്റ്റൈലുണ്ട്. നിങ്ങൾ ആരുടെ ഒരു കണ്ടന്റ് കണ്ടിട്ടായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ആരുടെ ആയിരിക്കും? പ്രത്യേകിച്ച് ഒരാളായിട്ടില്ല, നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാൻ. ഈ അജിനെന്ന് പേരുള്ളവരെല്ലാം കഴിവുള്ളവരല്ലേ? എല്ലാരും അല്ല, അവൻ നല്ല അത് നല്ല അജിനെ പറയണോ? ഇല്ല, എനിക്ക്